നമുക്കൊരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടേ. നെയ്ക്കുമ്പളം ഇത് മാവിൻ്റെ മേലേക്ക് പടർന്നിട്ടുണ്ടായിന്. ആരും കണ്ടതേയില്ല. കുമ്പളങ്ങ വീണിട്ടാകുമ്പോൾ എത്ര കാണുന്നത്. ഒന്നിനു മുമ്പേ വീണു. ഇത് പൊട്ടിപ്പോയിട്ടുണ്ട് ലേശം. ഇന്നലെ കിട്ടിയതാണ്. നമുക്ക് പച്ചടിയാക്കാൻ ഞാൻ മുറിച്ച് നോക്കട്ടെ. മുറിച്ചിട്ട് കാണിക്കാം. നല്ല തന്നെ കേട്ടാ. വീണിട്ടിങ്ങനെ പൊട്ടിപ്പോയതാണത്. കളറങ്ങനെ ചള്ള ഇത്ര മുത്തിട്ടൊന്നുമില്ല. അതാണ്ടല്ലേ ഇത്ര കഷ്ണം കിട്ടിയിരുന്നു. ഇതുപോലെ മുറിച്ചിട്ടിട്ട് വേവിച്ച് വെക്കാം. കഷ്ണമെല്ലാം കുക്കറിലാക്കിയുണ്ട്. വേവിച്ചിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കലേ. കുക്കറിൽ അടുപ്പത്ത് വെച്ച് തീയാക്കിയുണ്ട്. അടുപ്പത്ത് ചോറുണ്ട്. തേങ്ങ ചേരിയിട്ട് എല്ലാം അരക്കാനാക്കട്ടെ. തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ അരച്ചിട്ട് അരവ് മുതിയുമ്പം അതിൽ കുറച്ച് കടുവും കൂടെ ഇട്ടൊന്ന് ഇറക്കിയാൽ അതും കൂടെ അതിന് പൊട്ടിക്കും. കടു നല്ലതായി കുമ്പളങ്ങ പച്ചടിയായി. എന്നാൽ ഇട്ടു തൈരും കൂടെ ഇട്ട് കുറച്ച് പയർ തോരൻ വെക്കാനുണ്ട്. ഇത് മുറിച്ച് തോരൻ വെക്കാം. കുമ്പളങ്ങ പച്ചടിയും പയർ തോരനുമായില്ല. പയറെല്ലാം മുറിച്ച് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കയറിയിട്ടിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് വെക്കല. കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. ഇത് ഇതിനടുത്ത് ഞാൻ കുറച്ച് വെള്ളമേ ഉണ്ട്. ഒന്ന് കുക്കണ്ട വെള്ളമേ വേണ്ട. ഇത്രയുണ്ട്. കയ്യിലുണ്ട്. ഞാൻ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. വെറും വെള്ളം തന്നെ. ഇത് ചള്ളായതുകൊണ്ട് അരപ്പിൽ വെച്ചത്. ഇതിലൊരു കടുവും കരിയാമ്പും കൂടെ പൊട്ടിച്ചിട്ടാൽ ആയി. പയർ തോരന് കുക്കറിലൊരു ഒറ്റ വിസിലിട്ടിട്ട് ആയിട്ടില്ലേ. നല്ല വൃത്തിയിലായില്ലേ. ഇനി തേങ്ങ ഇല്ല, വെള്ളമൊന്നുമില്ല. വെള്ളം വെച്ചത് കണക്കായത് വേവാനേ ഇല്ല. വെള്ളമില്ല. പെട്ടെന്നായാലും അധികം ഗ്യാസും പോകില്ല. ഒരു വിസിൽ വന്ന പാട് ഓഫാക്കണം. കളയണത് ഗ്യാസ് കളയണം. തേങ്ങ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക. വെന്തോട്ട് തേങ്ങ ചരി ഇട്ടിട്ടുണ്ട്. വെറ്റുമ്പോഴേക്ക് തേങ്ങയും കൂടെ വേവുമല്ലേ. നമ്മളെ തോരനായി, കുമ്പളങ്ങ പച്ചടിയായി. ഇനി ഒന്ന് താളിക്കേ വേണ്ട. താളിച്ചിട്ട് കാണിച്ചു തരാം. കടുവും കരിയാകുമ്പോൾ നമ്മൾ കാന്താരി മുളകില്ലേ ഇപ്പോൾ ഇട്ടത്, അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടു. നമ്മൾ താളിക്കലും കഴിഞ്ഞു. ഇന്നത്തെ ചോറ് കറിയായി. ഇനി ചായ ആവണ്ടു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.